കൺസൾട്ടൻസ് എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാൻ കാർഡിനെ കുറിച്ചാണ്. പാൻ കാർഡ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് അക്കൗണ്ട് നമ്പർ. എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നതാണ് പാൻ കാർഡ്. പക്ഷെ ഇത് എന്തിനാണ് എന്നുള്ളത് പലർക്കും അറിയില്ല. പാൻ കാർഡ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഒരു ബിസിനസ്സിന് നമുക്ക് എത്ര ഇൻകം വരുന്നുണ്ട് എന്നുള്ളത് ഗവൺമെന്റിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് പാൻ കാർഡ് എന്ന് പറയുന്നത്. അതായത് പാൻ കാർഡ് എടുക്കുന്ന മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഗവൺമെന്റിന് നമ്മളെ ഇൻകം എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ ഇൻകം വരുന്നുണ്ട് ട്രാക്ക് ചെയ്യാനാണ് പാൻ കാർഡ്. അപ്പോൾ നമ്മൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ബിസിനസ് സ്ഥാപനത്തിന്റെ പേരിൽ ഒരു പാൻ കാർഡ് എടുക്കണം. അതെന്തിനു വെച്ചാൽ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന് എങ്ങനെ എന്തൊക്കെ ഇടപാടുകൾ നടക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ ഇതാക്കാൻ. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വലിന്റെ പേരിൽ നമുക്ക് പാൻ കാർഡ് എടുക്കാം. ജസ്റ്റ് നമ്മളത് ആധാർ കാർഡ് ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാൻ കാർഡ് കിട്ടുന്നതാണ്. അതായത് പാർട്ട്ണർഷിപ്പ് LLP കമ്പനിയൊക്കെ ആണെങ്കിൽ അതിന്റെ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പിന്റെ ഡീഡ് വെച്ചാണ് നമുക്ക് പാൻ കാർഡിന് കൊടുക്കാം. കമ്പനി LLP ഒക്കെ ആണെങ്കിൽ അതിന്റേതായ ഡോക്യുമെന്റ്സ് ഇൻകോർപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചാണ് നമുക്ക് പാൻ കാർഡിന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്തൊക്കെ ഇൻകം ആണ് നമ്മളെ സ്ഥാപനത്തിൽ വന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വന്നത് എന്ന് ട്രാക്ക് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ ബാങ്കിലൊക്കെ നമുക്ക് പലപ്പോഴും ചോദിക്കും, നിങ്ങൾ പാൻ കാർഡ് എന്തായാലും സബ്മിറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ 50,000 മുകളിൽ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആ ഇൻകം എന്തൊക്കെയാണെന്ന് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാൻ കാർഡ് ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്. അപ്പോൾ സാലറിക്ക് ഒരു ചെറിയ എമൗണ്ട് TDS പിടിക്കും. ഈ TDS പിടിക്കുന്ന എമൗണ്ട്, അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു 5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള സാലറി കിട്ടുന്ന ആളുണ്ടെങ്കിൽ അവർക്കിപ്പോ ഒരു 5 ലക്ഷം വരെ ടാക്സ് ഇല്ല. 5 ലക്ഷത്തിൽ ഒന്നായി കഴിഞ്ഞാൽ ഇപ്പൊ ഏകദേശം ഒരു 12,500 രൂപ ടാക്സ് അടക്കാനുണ്ടാവും. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, ഈ ഒരു എമൗണ്ട്, അതായത് ടാക്സ് അടക്കാനുള്ള എമൗണ്ട് കമ്പനി പിടിച്ചിരിക്കണം. എന്നാലും അവർക്ക് അത് കമ്പനിയുടെ എക്സ്പെൻസ് ആക്കി കാണിക്കാൻ പറ്റുള്ളൂ. ഒരു ചെറിയൊരു എമൗണ്ട് എന്ത് ചെയ്യാം, അവര് ഈ ഒരു എമൗണ്ട് ടാക്സ് അടക്കാനുള്ള എമൗണ്ട് TDS നോക്കിയിട്ട് അവര് കാൽക്കുലേറ്റ് ചെയ്ത് പിടിക്കും. ഇത് പാൻ കാർഡ് ഉള്ളവരാണെങ്കിൽ, അതായത് പാൻ കാർഡ് ഉള്ളവർക്ക് ആ ഒരു പാൻ കാർഡിൽ എന്ത് ചെയ്യും, ഇവർ ഫയൽ ചെയ്തിടും. അപ്പൊ ഇത് ഫയൽ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാല് ഗവൺമെന്റിന് മനസ്സിലായി ഇവർക്ക് ഇത്ര ഇൻകം വന്നിട്ടുണ്ട്, അവർക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഇവർ ഫയൽ ചെയ്യുന്ന സമയത്ത് അത് പാൻ കാർഡിലാകുമ്പോൾ കറക്റ്റ് അവിടെ നോട്ടീസ് ചെയ്തു. അപ്പൊ അങ്ങനെ ഓരോ ഇൻകം ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പാൻ കാർഡ് ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പിടിക്കുന്ന എമൗണ്ട്, ഇപ്പൊ TDS ഒക്കെ പിടിക്കുന്ന എമൗണ്ട് അവർക്ക് ടാക്സ് അടക്കാനില്ല എങ്കിൽ അത് റീഫണ്ട് കിട്ടുന്നതാണ്. പക്ഷെ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് നമ്മൾ എന്തൊക്കെ ഇൻകം ഉള്ളത് അത് ഇതാക്കാൻ, അത് ട്രാക്ക് ചെയ്യാനാണ്. അപ്പൊ പലർക്കും ഇത് അറിയില്ല, പലർക്കും ഇത് പാൻ കാർഡ് എല്ലാവർക്കും വേണം വിചാരിച്ച് വെറുതെ എടുക്കുന്നവരുണ്ട്. അപ്പൊ ആവശ്യമില്ല, നമുക്ക് ഇൻകം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എടുക്കൽ നിർബന്ധമാണ്. കാരണം ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുമ്പോൾ അതിന്റെ ആവശ്യമുണ്ട്. അതല്ല വളരെ കുറഞ്ഞ ഇൻകം ഉള്ളവർ പാൻ കാർഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എടുത്ത് വിചാരിച്ച് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കൂടുതൽ ട്രാൻസാക്ഷൻ വരികയാണെങ്കിൽ IT ഫയൽ ചെയ്ത് പോയാൽ മതി.